ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وروى أبو هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال: لا يحل لمسلم أن ينظر في بيت مسلم إلا بإذنه فإن ضر فقد دمر ومن دمر فقد نقض العهد ولا يحل لمسلم يصلي وهو حاق حتى يخفف ولا يحل لمسلم أن يؤم قوما إلا بإذنهم وإن فعل قبلت صلاته وردت صلاته ولا يخص الإمام نفسه بالدعاء وإن فعل ذلك فقد خانه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു സത്യവിശ്വാസിക്കും അവകാശമില്ല മറ്റൊരു സത്യവിശ്വാസിയുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കൽ അവൻ അനുവാദം കൊടുക്കാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സത്യവിശ്വാസിക്കും മറ്റൊരു സത്യവിശ്വാസിയുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ അവകാശമില്ല അവൻ അനുവാദം കൊടുക്കാതെ. മറ്റാരുടെയെങ്കിലും വീട്ടിൽ നമ്മൾ അവനെ കാണാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോയാൽ അവൻ്റെ വീടിൻ്റെ കതക് തുറന്നു കിടക്കുകയാണെങ്കിൽ കതകിൻ്റെ നേരെ നിൽക്കാൻ പാടില്ല. ഏതെങ്കിലും ഭാഗത്തേക്ക് മാറി വേണം നിൽക്കാൻ. കണ്ണുകൾ വീടുകളുടെ ഉള്ളിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ വേണം നിൽക്കേണ്ടത് എന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹി പോലുള്ള മഹാന്മാർ അവർ കിതാബിൽ എഴുതിയിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ ആശയം അത് തന്നെയാണ്. ആരെങ്കിലും അനുവാദമില്ലാതെ മറ്റൊരാളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അവൻ അതിൽ കടന്നതുപോലെയായി. ആരെങ്കിലും അനുവാദമില്ലാതെ മറ്റൊരു വീട്ടിൽ കടന്നാൽ അവനക്കെതിരിൽ നടപടിയെടുക്കാൻ വീട്ടുകാർക്ക് അവകാശമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിങ്ങൾ വീടിൻ്റെ മുമ്പിൽ പോയി വാതിലിലുള്ള പഴുതിലൂടെ കണ്ണുവെച്ച് നോക്കരുത് എന്ന് ഹദീസിൽ വരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും കണ്ണുവെച്ച് നോക്കുകയും അകത്തുനിന്നൊരു കമ്പി ആ കണ്ണിനെ പൊട്ടിക്കുകയും ചെയ്താൽ ഇസ്ലാമിക കോടതിയിൽ പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നതല്ല എന്നും ഹദീസിൽ കാണാം. ഇത്രയും ഗുരുതരമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ അത് പറഞ്ഞു. രണ്ടാമതായി ഹദീസിൽ നബി തങ്ങൾ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഒരു സത്യവിശ്വാസിയും മലമൂത്ര വിസർജനത്തിന് മുട്ടുന്ന അവസ്ഥയിൽ നമസ്കരിക്കാൻ പാടുള്ളതല്ല, അതിൻ്റെ ആവശ്യം പൂർത്തിയാകുന്നതുവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞ കാര്യമാണ്. മൂന്നാമത് തങ്ങൾ പറഞ്ഞു, ഒരു സത്യവിശ്വാസിക്കും അനുവാദമില്ല ഏതെങ്കിലും ഒരു ജനതയ്ക്ക് ഇമാമായി നിൽക്കാൻ അവർ അനുവദിക്കാത്ത കാലത്തോളം. അവർക്ക് ഇമാമാകുന്നതിന് ഇവനെ സംബന്ധിച്ച് തൃപ്തി ഇല്ലെങ്കിൽ പിന്നീട് അവർക്ക് ഇമാമാകാൻ പാടില്ല. തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ, അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇമാമാകാവൂ. അങ്ങനെ അവരുടെ ഇഷ്ടമില്ലാതെ ഒരാൾ ഇമാമത്ത് നിന്നാൽ ഇമാമിൻ്റെ നമസ്കാരം തള്ളപ്പെടുകയും ജനങ്ങളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതേപോലെ ഇമാം ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമ് നമസ്കാരത്തിൽ എന്തെങ്കിലും ദുആ നടത്തുകയാണെങ്കിൽ അവന് വേണ്ടി മാത്രമായി ദുആ നടത്താൻ പാടില്ല. എല്ലാവർക്കും വേണ്ടി ബഹുവചനത്തിൻ്റെ പദം ഉപയോഗിച്ച് മുഴുവൻ പേർക്കും വേണ്ടി ചേർത്താണ് അവൻ ദുആ നടത്തേണ്ടത്. ഒരു ജനതയ്ക്ക് ഇമാമ നിൽക്കുകയും സ്വന്തമായി അവൻ്റെ കാര്യം മാത്രം പറഞ്ഞ് ദുആ ഇരിക്കുകയും ചെയ്താൽ അവൻ അവരോട് ചെയ്തത് ചതിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇത്രയും 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു. അന്യരുടെ വീട്ടിൽ അനുവാദമില്ലാതെ നോക്കാനോ കയറാനോ പാടില്ല. മലമൂത്ര വിസർജനത്തിന് മുട്ടുന്ന അവസ്ഥയിൽ അതിനെ പിടിച്ചു വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ പാടില്ല. ഒരു ജനതയുടെ അനുവാദവും സംതൃപ്തിയുമില്ലാതെ അവർക്ക് ഇമാമായി നിൽക്കാൻ പാടില്ല. ഇമാമായി നിൽക്കുന്ന വ്യക്തി നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മാത്രം കാര്യങ്ങൾ പറഞ്ഞ് സ്വന്തമായി സ്വാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ അവരോട് കാണിച്ചത് വഞ്ചനയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി അമൽ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു